തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം 21-ാം ദിവസത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. സമരപന്തലിലെ ടാർപോളിൻ പോലീസ് ഇന്ന് പുലർച്ചെ അഴിച്ചുമാറ്റിയതോടെ മഴ നനഞ്ഞാണ് ആശാ വർക്കേഴ്സ് അവിടെ കിടക്കുന്നത്. സമരം കടുപ്പിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ നീക്കം. നാളെ സെക്രട്ടേറിയറ്റിലേക്ക് അവരുടെ മാർച്ചുണ്ട്. ഇന്നലെ 525 ആശമാർ സമരത്തിൽ നിന്ന് പിന്മാറി ജോലിയിൽ പ്രവേശിച്ചെന്നാണ് നാഷണൽ ഹെൽത്ത് മിഷൻ അവകാശപ്പെടുന്നത്. കെട്ടിയപ്പോ ഇത്ര ഭയങ്കര നഷ്ടം. നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സലോചിച്ചു? നിങ്ങളൊന്നും മനുഷ്യരാണോ? പറയണ്ടേ? ഉമേഷ് ബാലകൃഷ്ണൻ, എനിക്ക് തോന്നുന്നു ഇന്ന് വെളുപ്പിന് മഴ പെയ്തപ്പോൾ ഇവരൊക്കെ നനഞ്ഞു കുതിർന്നു എന്ന് മനസ്സിലായി. കാര്യം അവർക്ക് അവിടെ കിടക്കാൻ പറ്റാത്ത തണുപ്പും മഴയും. എനിക്ക് തോന്നുന്നു ഏത് സാഹചര്യത്തിലാണ് പോലീസുകാർ ഇവരുടെ ഇതൊക്കെ പൊളിച്ചു മാറ്റിയത്, പന്തൽ പൊളിച്ചു മാറ്റാൻ കാരണം? ഗുഡ് മോർണിംഗ് അക്ഷയൻ. സമാനതകളില്ലാത്ത ദുരിതാനുഭവങ്ങളിലൂടെയാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് കടന്നുപോയത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് മഴ പെയ്തത്. മഴ ഇപ്പോഴും നേരിയ രീതിയിൽ ചാറ്റൽ തുടരുന്നുണ്ട്. പക്ഷേ ഇവർ ഇന്നലെ പുലർച്ചെ 3 മണിയോടുകൂടി മഴ പെയ്യുന്ന സമയത്താണ് ടാർപോളിൻ കെട്ടിയത്. ടാർപോളിൻ കെട്ടിയ സമയത്ത് കെട്ടിത്തീരുന്നതുവരെ പോലീസ് ഇടപെട്ടില്ല. കെട്ടിത്തീർന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇടപെടുകയും അത് പൊളിച്ചു മാറ്റുകയും ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിൽ സമരപന്തലുകൾ പാടില്ല എന്നുള്ള ഒരു നേരത്തെയുള്ള തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പൊളിച്ചു മാറ്റിയതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു മാനുഷികമായ പരിഗണന, സ്ത്രീകളാണ്, മാനുഷികമായ പരിഗണന അവർ അർഹിക്കുന്നുണ്ട്. അവർ അർഹമായ ആനുകൂല്യങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഈ ഒരു സമരം നടത്തുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ ഒരു ക്രൂരമായ ഒരു സമീപനം, ഒരു മനുഷ്യത്വരഹിതമായ സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് കൂടി ഓർക്കണം. എന്തായാലും പ്രതികരണങ്ങളിലേക്ക് പോകാം. ചേച്ചി, ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു? ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. സംഭവം മഴ പെയ്തായിരുന്നു. ഞങ്ങളൊരു 10-15 ഇവിടെ കിടക്കായിരുന്നു. കിടന്നപ്പോഴത്തേക്ക് മഴ ഒരു 12:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മഴ ചെറുതായിട്ടൊന്ന് ചാറ്റിയപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് ഒതുക്കി മൂടിയെല്ലാം വച്ച കഴിഞ്ഞ ശേഷം വീണ്ടും ഞങ്ങളിവിടെ ഇവിടെ ഇരുന്ന് കിടന്നപ്പോഴത്തേക്കാണ് വീണ്ടും മഴ വലുതായിട്ട് പെയ്തു. ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് എല്ലാവരും കൂടെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. എന്നിട്ടും പറ്റിയില്ല. 3 മണി നല്ല മഴയായിരുന്നു. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ച് കെട്ടി വച്ചിട്ട് സാറേ ഞങ്ങളിവിടെ ഇതിനകത്ത് എല്ലാവരും കൂടെ വളഞ്ഞുകൂടി കിടക്കായിരുന്നപ്പോഴത്തേക്ക് പോലീസുകാർ വന്ന് പറഞ്ഞ് അകത്താളുണ്ടോന്ന് തട്ടിയിട്ടിട്ട് അകത്താളുണ്ടെന്ന് അഴിച്ചു മാറ്റാൻ പറഞ്ഞു. അഴിച്ചു മാറ്റി. നമ്മൾ ഒന്നും മറുപടി പറഞ്ഞില്ല സാറേ. വേറെ ഒന്നുമില്ല. ഇന്ന് 4 ദിവസം കൊണ്ട് ഈ വഴിവിളക്ക് പോലും ഇല്ല. എല്ലാം അണച്ചുളഞ്ഞ് 4 ദിവസം കൊണ്ട് ലൈറ്റ് ഇടുന്നില്ല. ഞങ്ങൾക്ക് അതിലും പ്രശ്നമില്ല. നമ്മുടെ കഷ്ടപ്പാട് ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും ഞങ്ങളുടെ മനസ്സിൽ മഴ നനഞ്ഞു. രാവിലെ സാറ് കണ്ടില്ല, ആ നനഞ്ഞ തുണി ഡ്രസ്സ് മാറാമെന്ന്. സാർ ഇതാ ഈ ഗുളി ഇത്രയും കഴിച്ചോണ്ട് കിടക്കണം ഞാനാണ്. അതാ കണ്ട ഈ ഗുളിയെല്ലാം BP-യുടെ ഷുഗറിൻ്റെതും ഇതെല്ലാം കഴിച്ചിട്ട് കിടന്ന ഞാനാ. എനിക്ക് ലാസ്റ്റ് ആയപ്പോ എനിക്ക് കിടക്കാൻ വയ്യ, ഒരു പൊടി ഉറങ്ങിയിട്ടില്ല. കണ്ട ഈ ഗുളിയും കഴിച്ചോണ്ടാണ് ഞാൻ സാറ് കണ്ടില്ലേ രാവിലെ പോയിട്ട് നനഞ്ഞ തുണി എനിക്ക് ഉള്ളിലൊരു വിറയിൽ വന്നിട്ട് നനഞ്ഞ തുണി മാറിയിട്ട് വന്നത്. ഇല്ല, എനിക്ക് പറയാനുള്ളത് ഈ ഇത്രയും കൊടുമഴയത്തും ഞങ്ങൾ സ്ത്രീകളിലേക്ക് ഒരു സമരപ്പന്തൽ എടുക്കും. നിങ്ങൾ 20 ദിവസം കഴിഞ്ഞു. അപ്പം മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അടുത്ത് ഷീറ്റ് മാറ്റി, ഞങ്ങൾ ചൂടിക്കൊണ്ടിരുന്ന ഷീറ്റ് മാറ്റി വെച്ചിട്ട് കസേരയിലിരുന്ന് കൊട പിടിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു നിയമപാലക. അവര് രാഷ്ട്രീയത്തിന്റെ പേരിലായിരിക്കും. പക്ഷെ ഒരു സ്ത്രീകൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ അതിജീവനത്തിന് സമരമാണ്. അപ്പൊ ഞങ്ങളോട് സ്ത്രീകൾ രീതിയിൽ ഞങ്ങൾ പെരുമാറുന്നത് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ അവകാശം, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കുന്നത്. എല്ലാം സഹിച്ച് ഞങ്ങൾ നേടിയെടുത്തിട്ടേ പോകുള്ളൂ. ഒപ്പം ഞങ്ങളുടെ നിയമസഭാ മാർച്ചിനെ ഏത് രീതിയിൽ അവർ മോശമാക്കാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ ഈ 14 ജില്ലയിലുള്ള ഞങ്ങളുടെ ആശാ വർക്കർമാർ അതിനെ നേരിടും. ഞങ്ങളുടെ അവകാശം നേടിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റും. ഞാനിവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വിഷമമായോ? മൊത്തം നനഞ്ഞ്. ഞങ്ങളെ ചെറുപ്പക്കാരി പെണ്ണല്ല, 10-58 വയസ്സായ തള്ളമാരാ ഞങ്ങൾ ഈ പെരുമഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ശബ്ദം ഇടറി, ചുമ വന്നു തുടങ്ങി. ഞങ്ങൾ രോഗിയായി കിടന്ന ഞങ്ങളെ ആര് നോക്കും? ഞങ്ങൾ മഴയും മഞ്ഞൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ നേരം വെളുക്കുമ്പോൾ ഫീൽഡിൽ പോകുന്നവരാ. പക്ഷെ സർക്കാരിന്റെ മുമ്പിൽ ഞങ്ങൾ ഇത് ചെയ്തല്ലോ എന്നോർത്തുള്ളൊരു വേദന മാത്രമേ ഉള്ളൂ. സർക്കാർ ചെയ്തു എന്നുള്ളതാണ് ഒരു വലിയ, കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ?
ഞങ്ങളിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. തൊഴിലാളി സർക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. വ്യക്തമാണ്. എന്തായാലും നാളെയാണ് നിയമസഭാ മാർച്ച് നടത്താൻ പോകുന്നത്. ശക്തമായ ഒരു നിയമസഭാ മാർച്ച് നടത്തുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. പിള്ളേർ അത്രയും നനഞ്ഞതിലുള്ള സങ്കടമുള്ളൂ, അല്ല ഞാൻ നനഞ്ഞതിൽ എനിക്ക് അവർ കാണുന്നുണ്ടോ ഈ നിങ്ങളുടെ സമരവും നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാവരും പൊതുസമൂഹം കാണുന്നുണ്ട്, സർക്കാർ കണ്ടില്ലെങ്കിലും. എസ്കേൻ, ഇതാണ് എത്രത്തോളം സമാനതകളില്ലാത്ത ഒരു ദുരിത അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. ഇപ്പോഴും ആ ഒരു മഴ ഇപ്പോഴും ചെറിയ രീതിയിൽ ചാറ്റുന്നുണ്ട്. അപ്പോഴും അവർ ടാർപോളിൻ കെട്ടാതെ ഈ രീതിയിൽ പിടിച്ച് മഴ നനയാതെ ഈ ഒരു സമരം അതേ രീതിയിൽ തുടരുകയാണ്. സ്കേൻ. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ സ്ത്രീകളോട് കുറച്ചുകൂടി അനുഭാവം കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.